സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഈ വീഡിയോ കാണേണ്ടത് ഇസ്ലാം മത വിശ്വാസികളാണെന്നൊക്കെ പറയും. കാര്യമുണ്ടേ, എൻ്റെ നാട്ടിലൊരു കുറ്റിപ്പുറം എന്ന് പറയുന്ന സ്ഥലമുണ്ട് മലപ്പുറം ജില്ലയിൽ. ആ കുറ്റിപ്പുറത്താണ് ജാസി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡറൊക്കെ താമസിക്കുന്നത്. ഇവര് ജാസി ആഷി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോസൊക്കെ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും റീലുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവരെ തന്നെ ആക്ഷേപിക്കുന്നതാണോ അതോ ഇസ്ലാം മതത്തെ അപമാനിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ എന്തൊന്നും വലിയ പിടുത്തവുമില്ല. ഈ അടുത്ത ദിവസം ഞാനൊരു ദൃശ്യം കണ്ടു, ഇവരെ വലിയ ദൃശ്യം. ഇവര് പലപ്പോഴും ഭയങ്കര വർണ്ണാഭമായ ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ട് വരുന്ന ഒരാളാണ്. വളരെ വർണ്ണാഭമായ രീതിയിലൊക്കെ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് ആളുകൾ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പച്ചയ്ക്ക് നുണ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു ആളാണ് നമുക്കറിയാം. പലരും ഇവരെ ആണാണെന്ന് പറയുന്നുണ്ട്, പെണ്ണാണെന്ന് പറയുന്നുണ്ട്. വലിയ പിടുത്തൊന്നും എനിക്ക് അതിനെ പറ്റിയില്ല. ഈ അടുത്ത കാലത്ത് ഒരു ബ്രസ്റ്റ് വെച്ച് പിടിപ്പിക്കൽ, മുല വെച്ച് പിടിപ്പിക്കൽ പരിപാടിക്ക് ഇവര് ഇറങ്ങിത്തിരിച്ചിരുന്നു. 400 ഗ്രാമിന്റെ ബ്രസ്റ്റാണ് അവർ വെച്ച് പിടിപ്പിച്ചതെന്നൊക്കെ അവരെന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് പറയുകയുണ്ടായി. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണുമെന്ന് പറയാൻ കാരണം ഇതാണ്. ഞാൻ റമദാൻ മാസമാണ്, ഇനി അവർക്കൊന്നും കാഴ്ച നടക്കാൻ പറ്റില്ല. ഈ ഒരു നിമിഷം റമദാൻ മാസം അടുക്കാനായില്ലേ, അപ്പൊ നമ്മളെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ആറാം വകുപ്പൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരും ഇനി എന്താ പറയാ പുണ്യമാസമായ റമദാനിന് വരവേൽക്കുക, എല്ലാരും ഇനി അടിപൊളിയാക്കുക. അവരത്തൊക്കെ മറിച്ച് അതെ അതിപ്പോ അവായിട്ട് ഇറങ്ങിയത് ഇന്നത്തോടു കൂടി എല്ലാം കലാസ് കണ്ടില്ലേ, ഇന്നത്തോടു കൂടി എല്ലാം കലാസ് എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ശബരിമലയ്ക്കൊക്കെ പോണ സമയത്ത് അന്ന് കള്ളുകൊടുത്തുന്ന കുറെ പഹയന്മാരുണ്ട്. പിന്നെ 40 ദിവസം പിന്നെ കള്ളു തൊടില്ല. എങ്ങനെ ഇവർക്ക് സാധിക്കുന്നത് വലിയ സംശയമാണ്. എന്തായാലും ഇവർ പറയുന്ന ഔറത്ത് മറക്കുക എന്നതാണ്. ഞാൻ ഈ ഔറത്ത് എന്താന്നൊക്കെ ഇങ്ങനെ നോക്കി, നമുക്കിത് അറിയണ്ടേ. ഔറത്ത് വെച്ച ശരീരത്തില് മുസ്ലിം സ്ത്രീകള് അന്യപുരുഷന്മാർക്ക്, ഭർത്താവ് ഒഴികെ മറ്റുള്ള പുരുഷന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. കയ്യ് ഔറത്തിന്റെ ഭാഗമാണ്, മാറിടം അതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ ഔറത്തിന്റെ ഭാഗമാണ്, കാൽപാദങ്ങളൊക്കെ ഔറത്തിന്റെ ഭാഗമാണ്. ഈവൻ മുഖം തന്നെ, സൗന്ദര്യമുള്ള ഒരു മുഖം തന്നെ ഔറത്തിന്റെ ഭാഗമാണ്. മുടി കാണിക്കാൻ പാടില്ലെന്നൊക്കെ പറയും. ഇപ്പൊ ഇവര് പർദ്ദ അബായ കിട്ടിട്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എജ്ജാതി കാട്ടിക്കൂട്ടിലാന്ന് എനിക്കൊരു പിടുത്തൂല്ല. നോക്കൂ, ഈ വീഡിയോ തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരെ മുടിയൊക്കെ കാണാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഔറത്തല്ലേ? ഇനി അവിടുത്തെ സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ എന്ത് ചെയ്യുന്നില്ലാണ്. അതിൻ്റെ അടുത്ത് ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്, സ്വാലിഹത്തായ ഇബിലീസ്. എൻ്റെ പടച്ചനെ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. സ്വാലിഹത്തായ ഇബിലീസ് എന്നാണ്. സ്വാലിഹായ ഇബിലീസ് നോക്കാമിന ഓൻ്റെ ഒരു ഇൽമ് എന്നൊക്കെ ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇൽമ് എന്താണ് എനിക്ക് അറിയില്ല കേട്ടോ. റമളാൻ മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇബിലീസ് ഇറങ്ങി എന്ന് പറയാം. പർദ്ദ ഇട്ടാൽ എല്ലാമായി എന്നാണ് കാക്കാന്റെ വിചാരം. അതായത് ഇവനാണ് തന്നെയാണ്, പെണ്ണൊന്നും ആയിട്ടില്ല, വെറുതെ ഇങ്ങനെ ഓരോന്ന് അഭിനയിക്കണ്ട, നീ ഇപ്പോഴും കാക്ക തന്നെയാണ്, ഒരു മുസ്ലിം ചെക്കൻ തന്നെയാണ്, പർദ്ദട്ടാൽ എല്ലാമായി എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഈ മദ്യം അങ്ങോട്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല ശബരിമല വിശ്വാസിയായി എന്നൊക്കെ വിചാരിച്ചടക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. 40 ദിവസം പിന്നെ മദ്യം തൊടാതെ നടക്കും. എന്നിട്ട് മല കയറി തിരിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഇത് മുറിക്കൽ തന്നെ ചിലപ്പോൾ 2 അടിച്ചിട്ടായിരിക്കും. അമ്മാതിരി ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ ഇതേപോലെയാണ്. ഈ ഇബിലീസ് ഇപ്പം ഇറങ്ങിയിരിക്കുന്ന പർദ്ദ കിട്ടിട്ട് സത്യം പറഞ്ഞാൽ ഇത് മുസ്ലിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏർപ്പാടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മുസ്ലിങ്ങളെ വളരെ വൃത്തിയായിട്ട് അപ്പൊ റമളാൻ മാസം കഴിഞ്ഞാൽ എന്തും പുറത്ത് കാണിക്കാന്നാണോ? എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കേട്ടാ. റമളാൻ മാസം ഈ 30 ദിവസം റമളാൻ മാസം ഈ സമയത്ത് ഔറത്ത് എന്ന് പറയുന്നതൊന്നും കാണിക്കാതെ അകത്ത് കുത്തിരിക്കുക, അത് കഴിഞ്ഞതൊക്കെ പുറത്ത് കാണിക്കാം, അങ്ങനെയാണോ ഇതിന്റെ നിയമം? അതാണ് റമളാൻ മാസം വരെ ഔറത്ത് കാണിക്കൽ സുന്നത്തായിരുന്നോ? സുന്നത്ത് വെച്ചെങ്കിൽ ഒരു ശുദ്ധമായിട്ടുള്ള കാര്യം, നല്ല കാര്യം, സുന്നത്ത് ഗുണമുള്ള കാര്യം, അങ്ങനെ എന്തൊക്കെയാണ് സാധനം. എന്തായാലും ഈ റമളാൻ മാസം വരെ എന്തും പുറത്ത് കഴിച്ചാൽ അതൊക്കെ സുന്നത്താണോ? ശരി, നമ്മളിപ്പോൾ ഒരു ഔറത്ത് പുറത്ത് കാണിക്കാതെ ജീവിക്കാന്ന് വെച്ചാൽ, ഒരു നല്ലൊരു ഇസ്ലാമായിട്ട് ജീവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഔറത്തൊന്നും പുറത്ത് കാണിക്കാതൊക്കെ ആണെങ്കിൽ റമളാൻ മാസത്തിന് മുന്നും അങ്ങനെയൊക്കെ തന്നെ വേണ്ടേ? ഈ 30 ദിവസം മാത്രം ഔറത്തൊക്കെ പുറത്ത് കാണിക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പുണ്യം കിട്ടുമോ? എനിക്കിത് അറിയില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വീഡിയോയ്ക്ക് ഉത്തരം പറയേണ്ടത് മുസ്ലിം ജനവിഭാഗമാണ്. അവർക്ക് അതിനെ പറ്റി കൃത്യക്ക് അറിയാം. ഹറാം പറപ്പ ആദ്യം കുണ്ടൻ ജാസി തന്നെ ഒഴിവാക്കുക, പർദ്ദയ്ക്കുള്ളിൽ നല്ല മണിയടി കേൾക്കുന്നല്ലോ എന്നാണ് ഷൗക്ക് എന്ന് പറയുന്ന ആളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്.
എല്ലാവരും ഹറാം പിറപ്പൊക്കെ ഒഴിവാക്കി പറന്നിട്ട് വേണം ഇനി നടക്കാൻ. ഇത് പറന്നിട്ട് കഴിഞ്ഞാൽ എല്ലാതും ശരിയായി എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലുള്ള പല കമന്റുകളൊക്കെ ഇതിന് താഴത്ത് കാണാനുണ്ട്. എന്തൊക്കെയാലും സുഹൃത്തുക്കളെ, ഇതിനെപ്പറ്റി എനിക്ക് വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് ഈ ഔറത്തിനെ പറ്റിയൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിക്കണേ. അറിയാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ കൃത്യമായിട്ട് പറയാൻ ശ്രമം നടത്തിയിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ സെർച്ച് ചെയ്തിട്ട് പറഞ്ഞാൽ തന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റിയിട്ട് ഒഴിവാക്കുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞു തന്നെ, ഈ പറയുന്ന ഈ ആണ് ആയിട്ടുള്ള ഈ പെണ്ണ് വേഷമായിട്ട് കിടക്കുന്ന ഈ ആണില്ലേ, ലവനിങ്ങനെ ഔറത്തുണ്ടോ എന്നുകൂടി ഒന്ന് പറഞ്ഞു തന്നെ. ഇനി ട്രാൻസ്ജെൻഡേഴ്സിന് ഔറത്തുണ്ടോ ഇസ്ലാം മതവിശ്വാസത്തിൽ? അതും പറഞ്ഞാൽ എനിക്കറിയില്ല. ഇസ്ലാം മതത്തിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഔറത്തിനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത്, അവരുടെ ഔറത്ത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് വല്ല സംഗതി ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കഴിയുമെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ അറിയാത്ത കുറേ ഉണ്ടല്ലോ, അവർക്ക് അല്പസ്വല്പമൊക്കെ നല്ല കാര്യമായിരിക്കും. അപ്പം സുഹൃത്തുക്കളെ, ബൈ.